ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ പിരികത്തിന്റെ വളർച്ച അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളുകളായിരിക്കും. അപ്പോൾ പിരികത്തിന് ചില ആളുകൾക്ക് നല്ല കട്ടി വേണമെന്ന് വിചാരിക്കും, ചിലപ്പോൾ നല്ല ഒരു നേരിയ ലൈൻ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു തിൻ ലൈൻ പോലെ വേണമെന്ന് കരുതുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ പിരികത്തിന്റെ ആ ഒരു ഭംഗി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ചില ആളുകൾക്ക് നമുക്ക് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ നല്ല നേരിയ പിരികമൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ കുറേ ടൈപ്പിലായിരിക്കും നമ്മൾ പിരികത്തിന്റെ രീതികൾ നമ്മൾ ഓരോരുത്തരുടെ ഫേസിലും കാണുന്നുണ്ടാവും. അപ്പൊ അവരെയൊക്കെ കാണുമ്പോഴായിരിക്കും അതേപോലെ വേണമായിരുന്നു, ഇതേപോലെ വേണമായിരുന്നു, അല്ലെ നമ്മൾ ആക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ഇതേപോലെ ആക്കിയാൽ കൊള്ളാം, ഇതേപോലെ കട്ട് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ത്രെഡ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ത്രെഡ് ചെയ്ത് എടുക്കണമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പിരികത്തിന്റെ വളർച്ച വേണം. അതായത് നല്ല രീതിയിൽ പിരികം വേണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ത്രെഡ് ചെയ്യുകയാണെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ കിട്ടാം. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിരികത്തിന്റെ വളർച്ച പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മളെ ഒരു ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പൊ നമ്മളെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള പിരിക വരുന്നത്. ചില ആൾക്ക് നല്ല കട്ടിയുള്ള പിരികയായിരിക്കും, ചില ആൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഭയങ്കര തിന്നായിരിക്കും, ചില ആളുകൾക്ക് ഭയങ്കര ഹെയർ കുറവായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇതേപോലെ നല്ല കൂട്ടുപിരികയായിരിക്കും, നല്ല കട്ടി ഉണ്ടാവും പക്ഷെ നല്ല കളർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ബ്രൗണിഷ് കളറിലൊക്കെ പിരികയായിരിക്കും. അങ്ങനെ പല രീതിയിലും വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ, ഒന്നെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് ആരെങ്കിലും പിരികില്ലാത്ത ആളുകൾ, നമുക്ക് ഫാമിലി ആയിട്ട് അങ്ങനെ ആർക്കും അത്ര പിരികില്ല എന്നാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ആയിരിക്കും. അല്ല നമുക്ക് പാരമ്പര്യമായിട്ട് ഇതേപോലെ കൂട്ടുപിരികൊക്കെ ആണെങ്കിൽ അങ്ങനെയായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെയല്ല, നമുക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇതേപോലെ പിരികത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെ ആയിരിക്കും. ചില ആളുകൾക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിലും പിരികത്തിന്റെ വളർച്ച കുറവായിരിക്കും. അപ്പം ഇതേപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് പിരികത്തിന്റെ വളർച്ച കുറച്ചും കൂടി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടി ഒരു കട്ടി കൂടി കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് ആവാനും കൂടെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവണക്കെണ്ണ എന്ന് പറയും, കാസ്റ്റർ ഓയിൽ, അത് ബെസ്റ്റ് ആണ് നമ്മളെ ഒരു പിരികത്തിന്റെ വളർച്ചയ്ക്ക്. അപ്പൊ നിങ്ങൾ ഇതൊരു ബോട്ടിൽ വാങ്ങിക്കുക. 80 രൂപയ്ക്ക് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, 80 രൂപയ്ക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ആവണക്കെണ്ണ ഒന്നെങ്കിൽ ബ്രഷ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ബഡ്സ് വെച്ചിട്ടോ കോട്ടൺ വെച്ചിട്ടോ നമുക്കൊന്ന് ഈ ഒരു പിരികത്തിന്റെ മുകളിൽ ഡെയിലി ആക്കി കൊടുക്കുക. ഡെയിലി എന്നാൽ നിങ്ങൾക്ക് നൈറ്റ് ടൈം ആണ് കുറച്ചും കൂടി പറ്റുമെങ്കിൽ നൈറ്റ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ നോക്കുക. അപ്പൊ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നിങ്ങളൊരു അതായത് ഇന്ന് തേച്ചിട്ട് നാളത്തേക്ക് റിസൾട്ട് കിട്ടുന്നല്ല, നിങ്ങൾ അതൊരു 1 വീക്ക് 2 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക, നല്ലൊരു മാറ്റം വരും. എനിക്ക് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള പിരികത്തിന് കുറച്ച് കട്ടി കുറവായിരുന്നു, അപ്പൊ ഞാൻ ഈ ആവണക്കണ്ണ തേച്ചിട്ട് അത് മാറ്റിയെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ രീതി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളൊരു കൺപീലിന്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺപീലി കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആവണക്കണ്ണയിലേക്ക് കുറച്ച് ഗ്ലിസറിൻ, അതായത് 1-2 ഡ്രോപ്സ് ഗ്ലിസറിൻ നിങ്ങൾ ആ ഒരു ബോട്ടിൽ ആവണക്കണ്ണ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റുക. ഇതിനായി ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക്, അതായത് ഇത്ര വലുപ്പം ഒരു ബോട്ടിലേക്കാണ് ആക്കിയെങ്കിൽ അതിലേക്ക് 2-3 തുള്ളി ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നമ്മളെ ഈ കൺപീലിന്റെ മുകളിൽ നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് കൺപീലി കൂടാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ത്രെഡ് ചെയ്യുമ്പോൾ നല്ല പെയിന് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ത്രെഡിങ്, അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര പെയിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ത്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് ഐസ് ക്യൂബ്, അതിന്റെ മുന്നേ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെയിന് കുറയും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ വാസ്ലിൻ അപ്ലൈ ചെയ്യുക. ഈ ചുറ്റുഭാഗത്തായിട്ട് വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് പെയിന് കുറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഐബ്രോ പെൻസിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നല്ല കറക്റ്റ് ആയിട്ട് നല്ല തിൻ ആയിട്ടുള്ള ലൈൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു ഐബ്രോ പെൻസിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ കബോർഡിൽ കാര്യങ്ങളൊക്കെ ഐബ്രോ പെൻസിൽ വെക്കുക. അതിന് വരെ നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ലൈൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റ് ലൈൻ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിരികത്തിന്റെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ പിരികം ഷേപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.